ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങളുടെ തലച്ചോറിന് ഒരു ഓഫ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്? അതായത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിരിക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെക്കുറിച്ചോർത്ത്, ഞാൻ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നോർത്ത് എപ്പോഴും എപ്പോഴും വിഷമിക്കുന്ന, അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അത് ശരിയായിട്ട് നടന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും എന്ന് കരുതിയിട്ട് വെറുതെ ടെൻഷൻ അടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഈ വിധത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് തല പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഇന്നത്തെ നിങ്ങളുടെ സന്തോഷത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഈ ശീലത്തെയാണ് നമ്മൾ അമിത ചിന്ത അഥവാ ഓവർ തിങ്കിങ് എന്ന് വിളിക്കുന്നത്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അമിത ചിന്തയെ എങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് ഓവർ തിങ്കിങ് ഒരു അസുഖമാണ് എന്നുള്ളതാണ്. പക്ഷേ അതങ്ങനെയല്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ശീലം മാത്രമാണ്. ആ ശീലത്തെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ കൂടുതലും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചാണോ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചാണോ, അതോ നാളെക്കുറിച്ചാണോ ചിന്തിച്ച് വിഷമിക്കാറുള്ളത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ അമിതമായിട്ട് ചിന്തിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പിന്നിലെ വളരെ രസകരമായിട്ടുള്ള ഒരു സൈക്കോളജി ഉണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രധാന ജോലി നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല, പകരം നമ്മളെ സുരക്ഷിതമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ എന്ന് നമ്മൾ ഭയക്കുന്ന സമയത്ത് തലച്ചോറ് വാസ്തവത്തിൽ ആ പ്രശ്നത്തെക്കുറിച്ച് പല ആംഗിളുകളിൽ നിന്നുകൊണ്ട്, പല കോണുകളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിച്ചാൽ ആ പ്രശ്നത്തെ ഒഴിവാക്കാം അല്ലെങ്കിൽ നിയന്ത്രിക്കാം എന്നുള്ള ഒരു തോന്നൽ ഉപബോധ മനസ്സിന് ഉണ്ടാകും. നമ്മൾ പറയാറില്ലേ, എവിടെയെങ്കിലും ഒരു പുഴയുണ്ട് എന്ന് കരുതി ഇപ്പോഴേ മുണ്ടുപൊക്കി പിടിക്കുന്ന അവസ്ഥ. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വാസ്തവത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇതിനെ സൈക്കോളജിയിൽ പാരലിസിസ് ബൈ അനാലിസിസ് എന്നാണ് പറയുന്നത്. ചിന്തിച്ച് ചിന്തിച്ച് ഒടുവിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ അമിത ചിന്തയുടെ ചുഴിയിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു കടക്കാൻ പറ്റും? വളരെ പ്രായോഗികമായിട്ടുള്ള 3 സൈക്കോളജിക്കൽ മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിലൊന്ന് ചിന്തകളെ പേരിട്ട് വിളിക്കുക എന്നുള്ളതാണ്. കൊഗ്നിറ്റീവ് ഡിഫ്യൂഷൻ. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തകളിൽ പൂർണ്ണമായിട്ടും സാധാരണ ലയിച്ചു പോകാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാർഗമാണിത്. ഉദാഹരണത്തിന്, എനിക്ക് ആ ജോലി കിട്ടില്ല എന്നുള്ള ഒരു ചിന്ത വരുന്ന സമയത്ത് അതിനെ ഒരല്പം മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ സ്വയം പറയുക, സ്വയം മനസ്സിനോട് പറയുക, എനിക്ക് ആ ജോലി കിട്ടില്ല എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് മനസ്സിനോട് പറയുക. ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ചിന്തകൾ വാസ്തവത്തിൽ യാഥാർത്ഥ്യമല്ല എന്ന്, അത് വെറും ചിന്തകൾ മാത്രമാണ് എന്ന്. ഇത് ആ ചിന്തയുടെ ശക്തിയെ കുറയ്ക്കും. ഇത് വളരെ നല്ല ഒരു മാർഗമാണ്. ഇനി രണ്ടാമത്തെ മാർഗം, ചിന്തിക്കാൻ വേണ്ടി മാത്രം ഒരു സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇതും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ്. ദിവസം മുഴുവൻ ഇങ്ങനെ ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം വൈകുന്നേരം ഒരു 15 മിനിറ്റ് ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വറി ടൈം എന്നുള്ള വിധത്തിൽ തന്നെ നിങ്ങൾക്ക് മാറ്റിവെക്കാം. അപ്പോൾ പകൽ സമയത്ത് ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വൈകുന്നേരം ആ സമയത്ത്, ഇത് ഈ വറി ടൈമിൽ ചിന്തിക്കാം എന്ന് മനസ്സിനോട് പറയുക. ഇപ്പം വേണ്ട, നമുക്ക് പിന്നീട് ചിന്തിക്കാം എന്ന് മനസ്സിനോട് പറയുക. വൈകുന്നേരം ആ സമയം ആവുന്ന സമയത്ത് ഒരു പേനയും ഒരു പേപ്പറും എടുത്തിട്ട് നിങ്ങളുടെ ആശങ്കകൾ മുഴുവൻ അതിൽ എഴുതി വയ്ക്കണം.
ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളുണ്ട്. ചിലതെല്ലാം നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് റിയലൈസ് ചെയ്യാൻ പറ്റും. ചിലതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സമയം മാത്രം അതിനായിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കി സമയം മുഴുവൻ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റും. മൂന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് പോസിറ്റീവ് സജഷനുകളും ഹിപ്നോതെറാപ്പിയുമാണ്. അതായത് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും സ്വയം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്, ഇത് ശരിയായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇത് വാസ്തവത്തിൽ ഒരു വലിയ നെഗറ്റീവ് സജഷനാണ്. പക്ഷേ ഇതിന് പകരം നമ്മുടെ ഉപബോധ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്, ഇത് ഞാൻ വിചാരിച്ചതിലും മികച്ചതായിട്ട് മാറിയാലോ? ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയാലോ? അങ്ങനൊരു മറു ചോദ്യം അവിടെ കൊടുക്കണം. അതായത് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ നിരന്തരം മനസ്സിനോട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് കണ്ണുകളടച്ച് ദീർഘമായിട്ട് ഒരു ശ്വാസമെടുക്കണം. എന്നിട്ട് ഒന്ന് മനസ്സിനോട് പറയുക, എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഞാൻ സ്വതന്ത്രമായി വിടുന്നു. ഞാനിപ്പോൾ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിനോട് ശക്തമായിട്ട് ഉറപ്പിച്ച് പറയണം. ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി മുമ്പ് സെൽഫ് ഹിപ്നോസിസ് തുടങ്ങിയ ചില കാര്യങ്ങൾ വീഡിയോകളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഐ ബോക്സിലും കൊടുക്കാം. അത് ഒന്ന് നോക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യൂ. മനസ്സിനെ ശാന്തമാക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും വളരെ ഗംഭീരമായിട്ടുള്ള മാർഗ്ഗമാണ് സെൽഫ് ഹിപ്നോസിസ്. ഈ അമിതചിന്ത എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് 1-2 ദിവസം ട്രൈ ചെയ്തിട്ട് പറ്റിയില്ല എന്ന് കരുതി നിരാശപ്പെടരുത്. അത് നമ്മുടെ തലച്ചോറ് വർഷങ്ങളായിട്ട് ശീലിച്ചെടുത്ത ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ അല്പം സമയമെടുത്തേക്കാം അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് സംസാരിച്ച ഈ 3 കാര്യങ്ങൾ, ചിന്തകളെ മാറ്റി നിർത്തുക, വറി ടൈമർ സെറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള സജഷനുകൾ കൊടുക്കുക, ഇതെല്ലാം നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റണം. സാവധാനം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ വിധത്തിലുള്ള അമിത ചിന്തകൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയോ അല്ലെങ്കിൽ ഉറക്കത്തെയോ കുടുംബ ബന്ധങ്ങളെയോ ഒക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എങ്കിൽ അതൊരു പക്ഷേ ഉത്കണ്ഠാരോഗത്തിൻ്റെ, ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ആ ഘട്ടത്തിലാണ് എങ്കിൽ ഒരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ കണ്ട് നിങ്ങൾക്ക് സഹായം തേടാം. അതിന് മടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഈ വിധത്തിൽ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഓൺലൈനായിട്ടോ നേരിട്ടോ ഒക്കെയുള്ള കൺസൾട്ടേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയ ഒരു കാഴ്ചപ്പാട് കിട്ടി എന്ന് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വിധത്തിലുള്ള ചിന്തകൾ കൊണ്ട് വിഷമിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മനഃശാസ്ത്ര സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.